കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരിനം മാവാണ് ചേലൻ മാവ്. ഇതുപോലെ കൊലകുത്തി കായ്ക്കണമെങ്കിൽ ഒരു ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഒരു 1.5 മീറ്റർ അകലത്തിൽ മണ്ണ് നീക്കി ഒരു 2 കൊട്ട ചാണകപ്പൊടി, 1 കിലോ വേപ്പും പിണ്ണാക്ക്, 500 എല്ലുപൊടി, ഡോളോമേറ്റ് എന്നിവ കൂട്ടിക്കലർത്തി നന്നായി നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൂക്കുകയും ഇതുപോലെ കൊല കത്തി കായ്ക്കുകയും ചെയ്യുന്ന ഒരു ഇനമാണ് ഈ ചേലൻ മാവ്. മധുരത്തിലും ഏറ്റവും മുന്നിലാണ് ഈ മാങ്ങ. പുഴുക്കേട് തീരെ ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഒരു ഇനമാണ് ഈ ചേലൻ മാങ്ങ. തൊലിക്കട്ടി കൂടുതലുള്ളത് കൊണ്ടാണ് ഈ പുഴുക്കേട് ഇല്ലാത്തതും. അതുപോലെ തന്നെ നാര് കുറവായതുകൊണ്ട് ഇത് ജ്യൂസ് അടിക്കാനും മറ്റും ഏറ്റവും നല്ല മാവ് ഇനമാണ് ഈ ചേലൻ മാവ്. ശരിക്കും കോഴിക്കോടിൻ്റെ അഹങ്കാരം എന്ന് തന്നെ പറയാവുന്ന ഒരു ഇനം മാവായി മാറിയിരിക്കുകയാണ് ഈ ചേലൻ മാവ്. വിത്ത് നട്ടുണ്ടാക്കുന്ന തൈകൾ തന്നെ അതേ ഗുണനിലവാരം പുലർത്തുന്നത് കൊണ്ട് ഈ മാവ് വിത്ത് നട്ടുണ്ടാക്കാവുന്നതുമാണ്. ബഡ് ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ നേരത്തെ കായ്ക്കുകയും ചെയ്യും. വിത്ത് നട്ടുണ്ടാക്കുന്നത് ഏതാണ്ട് 5 കൊല്ലം കഴിഞ്ഞെങ്കിൽ മാത്രമേ കായ്ക്കുന്നത് കണ്ടിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ബഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 3-ാം വർഷം തന്നെ കായ്ച്ചു തുടങ്ങും. അധികം ഉയരം വെക്കാതെ തറയിൽ മുട്ടി കായ്ച്ചു നിൽക്കുന്ന ഈ മാവിനത്തിന് പ്രിയക്കാർ ഏറി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കോഴിക്കോട് ജില്ലയിലെ ചില നഴ്സറികൾ ഇതിൻ്റെ ബഡ് തൈകൾ വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്.